ഈ നോട്ട് കണ്ടിട്ടുണ്ടോ? ഇത് അറബ് രാജ്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ രൂപയായിരുന്നു. സംശയിക്കേണ്ട, ഗൾഫ് രാജ്യങ്ങളിലെ കറൻസി ഒരു കാലത്ത് ഇന്ത്യൻ രൂപയായിരുന്നു. വളരെ പണ്ടൊന്നുമല്ല, ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുന്നത്തെ കാര്യമാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇന്ത്യൻ രൂപ അവിടെ നിന്നും പുറന്തള്ളപ്പെട്ടത്? രസകരമായിട്ടുള്ള ആ കാര്യങ്ങൾ ഞാൻ പറയാം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സേവ് ചെയ്ത് വെച്ചോളൂ. UAE, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, ബഹ്റിൻ എന്നീ അറബ് രാജ്യങ്ങൾ ഒരു കാലത്ത് ഇന്ത്യൻ റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്തിരുന്ന ഇന്ത്യൻ രൂപയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തിന് ശേഷവും 1950-60കളിൽ ഇന്ത്യൻ രൂപയ്ക്ക് വലിയ സ്വാധീനം തന്നെ അവിടങ്ങളിൽ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു എന്നതും ചരിത്രമാണ്. എന്നാൽ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണക്കടത്ത് വർദ്ധിച്ചതോടെ ഇന്ത്യക്ക് പുറത്ത് ഉപയോഗിക്കുന്ന ഇന്ത്യൻ രൂപയിൽ RBI ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതാണ് തുടക്കത്തിൽ കാണിച്ച ചുവന്ന നിറവും Z എന്ന സിമ്പലും ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ നോട്ടുകൾ. പക്ഷേ 1960കൾക്ക് ശേഷം അറബ് രാജ്യങ്ങൾ പലതും സാമ്പത്തികപരമായിട്ട് പുരോഗമിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യൻ സാമ്പത്തിക രംഗം തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്കായിരുന്നു. തകരുന്ന ഒരു സാമ്പത്തിക രംഗത്തിൻ്റെ നോട്ടുകൾ വികസിക്കുന്ന രാജ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ പതിയെ പതിയെ ഓരോ അറബ് രാജ്യങ്ങളായിട്ട് സ്വന്തം നോട്ടുകൾ നിർമ്മിച്ച് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. ഇന്ത്യൻ രൂപയുടെ അറബ് സ്വാധീനം അതോടെ അവസാനിച്ചു എന്ന് പറയാം. ഒന്ന് ചിന്തിച്ചാൽ അന്ന് നമ്മൾ തുടർന്നിരുന്ന സ്വാധീനം ഇന്നും തുടരാൻ സാധിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ വിധി തന്നെ മറ്റൊന്നാകുമായിരുന്നു. എന്താണെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇന്ത്യക്ക് അത്തരത്തിൽ ഒരു സാമ്പത്തിക സൂപ്പർ പവർ ആവാൻ സാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിൽ എഴുതൂ. ഈ അറിവുകൾ ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.